കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. സ്നേഹമുള്ളവരെ, ക്രൈസ്തവൻ്റെ രക്ഷയുടെ ഏറ്റവും വലിയ അടയാളമായി മാറിയതാണ് വിശുദ്ധ കുരിശ്. അതെങ്ങനെ ഈ വലിയ അടയാളമായി മാറി എന്നുള്ളതാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുക. കുരിശ് പേർഷ്യൻ കാലഘട്ടത്തിലും കാർത്തേജിയൻ രാജ്യത്തിലും റോമൻ രാജ്യത്തിലുമെല്ലാം ഏറ്റവും വലിയ ശിക്ഷയുടെ ഉപാധിയായിരുന്നു. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദരുടെ ഇടയിൽ നമുക്കറിയാം, മതപരമായിട്ടുള്ള കുറ്റം ചെയ്തവനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്യുക. എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതൊക്കെ അതിൻ്റെ മാതൃകയാണ്. കുരിശിൽ തറയ്ക്കുന്നത് റോമൻ ശിക്ഷ രീതിയാണ്. അത് യുദ്ധത്തടവുകാരൻ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ പ്രക്ഷോഭമുണ്ടാക്കുന്നവൻ, രാജ്യദ്രോഹിയായവന് മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ നൽകുക. 1968 ഇസ്രായേലിൽ നിന്ന് ഒരു കുരിശിൻ്റെ അവശിഷ്ടം കണ്ടെടുത്തു ഗവേഷകർ. അതിൽ ഒരു ആണിയും ആണിയുടെ ഇടയിൽ എല്ലിൻ്റെ ഒരു കഷ്ണവും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഗവേഷകന്മാർ പഠിച്ചപ്പോൾ 1-ാം നൂറ്റാണ്ടിലുള്ള കുരിശിൽ തറച്ച് കൊന്ന ഒരു വ്യക്തിയുടേതാണത്. ഏകദേശം 36 വയസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവരതിനെ വിശകലനം ചെയ്യുക. എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കാലഘട്ടത്തിലേക്കുള്ളൊരു സൂചനയാണത്. നമ്മൾ പലപ്പോഴും കുരിശിൽ കൈപ്പത്തിയിൽ ആണിയടിച്ചിട്ടാണ് കാണുക. പക്ഷെ കൈപ്പത്തിയിൽ ആണിയടിച്ചാൽ കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ അത് കീറിപ്പോകും. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ പറയുക, ഈ കണങ്കൈയുടെ എല്ലുകൾക്കിടയിലാണ് ആണിയടിക്കുന്നത്. അങ്ങനെ ആണിയടിച്ച് തൂങ്ങിക്കിടക്കുമ്പോൾ ഷോൾഡറുകൾ വലിഞ്ഞ് മുറുകി പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് കാലുകളിൽ ആണിയടിക്കുന്ന സാധ്യത വരുന്നത്. ഈ കിട്ടിയിരിക്കുന്ന എല്ലോട് കൂടിയ ആണി ഒരു സൈഡിൽ നിന്ന് തറച്ച് ഇപ്പുറത്തെ സൈഡിൽ വന്ന് വളച്ചു വച്ചിരിക്കുന്ന രീതിയിലാണ് കാണുക. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും 2 സൈഡുകളിൽ കാലുകൾ വെച്ചിട്ട് ആണിയടിക്കുന്നത് പോലെ ആകാം. ഇല്ലെങ്കിൽ നടുക്ക് ഒരു തണ്ട് വെച്ച് അതിനോട് ചേർത്ത് വെച്ച് ആണിയടിക്കുന്നതാകാം. എങ്ങനെയായാലും ഭാരം അതിന്മേൽ തൂങ്ങുന്നു, കൈ ഞാന്നു വരുന്നു, ശ്വാസം കിട്ടാതെ ഈ കുറ്റവാളി മരിക്കുന്നു. വേദനയുടെ അപാരമായിട്ടുള്ളൊരവസ്ഥ, മാതൃകാപരമായൊരു ശിക്ഷ. അവനങ്ങനെ തൂങ്ങിക്കിടന്ന മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം തൂങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കണങ്കാലുകൾ പൊട്ടിച്ച് രക്തം വാർന്നൊലിച്ച് ആൾ പെട്ടെന്ന് മരിക്കുന്ന അവസ്ഥ വരുന്നത്. ക്രിസ്തുവിൻ്റെ കണങ്കാലുകൾ പൊട്ടിക്കാനായിട്ട് പടയാളികൾ വരുമ്പോൾ നേരത്തെ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ വിലാപ്പുറത്ത് കുത്തി എന്ന് പറയുക. ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ ഈ കുരിശ് ഒരു അടയാളമായിട്ട് ആഘോഷിക്കുന്ന രീതി തുടങ്ങിയിരുന്നില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുക. കാരണം അങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് കുരിശിൻ്റെ ഭോഷത്വത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ട്, കുരിശിൻ്റെ വിജയത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവനെ ഈ പീഡനോപകരണം രക്ഷയുടെ ഉപാധിയായിട്ട് ആദിമ ക്രൈസ്തവർ തന്നെ കണ്ടിരുന്നു. മതപീഡന കാലഘട്ടങ്ങളിൽ പഴയ സംസ്കാരങ്ങളിൽ നിന്നുള്ള ഏങ്കർ, സ്വസ്തിക പോലെയുള്ള അതിൻ്റെ പല വകഭേദങ്ങളിലൂടെ ഇതിനെ ഒളിച്ച് പ്രകടിപ്പിക്കുന്ന രീതികളുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുക. കുരിശ് യഥാർത്ഥത്തിൽ വലിയ ഒരു അടയാളമായിട്ട് മാറുന്നത് കോൺസ്റ്റന്റൈൻ രാജാവിന് പ്രശസ്തമായിട്ടുള്ള സ്വപ്നം ലഭിക്കുന്നത് മുതലാണ്. മിലേവ് യുദ്ധത്തിൽ ജയിക്കാനായിട്ട് ഈ അടയാളത്തിൽ യുദ്ധം ചെയ്താൽ നീ ജയിക്കും എന്ന് പറയുന്ന സ്വപ്നം. അവിടെ പക്ഷെ മോണോഗ്രാമാണ് വരുന്നത്. ഇക്സ് റോ, ക്രിസ്തോസിൻ്റെ ആദ്യാക്ഷരമായിട്ടുള്ള ലെറ്ററാണ് ഈ കോൺസ്റ്റന്റൈൻ്റെ കുരിശായിട്ട് വരുന്നത്. പിന്നീട് കോൺസ്റ്റന്റൈൻ രാജാവിൻ്റെ അമ്മ വിശുദ്ധ ഹെലന രാജ്ഞി 326 ഇസ്രായേലിലേക്ക് പോവുകയും പലസ്തീനയിൽ ഈ വിശുദ്ധ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുകയും അതോടൊപ്പം വിശുദ്ധ കുരിശിൻ്റെ
തിരുശേഷിപ്പുകൾ കണ്ടെത്തുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഗോൾഡൻ ലെജൻഡിൽ പറയുക, ഹെലന രാജ്ഞി ഈ കുരിശുകളെയൊക്കെ വെച്ച് ഈ മരിച്ച ഒരു സ്ത്രീയെ കുരിശിൽ കിടത്തുമ്പോൾ, മൂന്നാമത്തെ കുരിശിൽ കിടത്തുമ്പോൾ ആ സ്ത്രീ ഉയിർത്തെഴുന്നേൽക്കും എന്നാണ്. ആ ഒരു അത്ഭുതത്തിലൂടെയാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള കുരിശ്, മറ്റു രണ്ടും കള്ളന്മാരുടെ കുരിശാണെന്ന് തിരിച്ചറിയുകയും അവിടെ നിന്ന് അങ്ങോട്ട് കുരിശിൻ്റെ ആഘോഷം തുടങ്ങുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുക. 334 കോൺസ്റ്റൻറ്റൈൻ രാജാവ് കുരിശിലൂടെയുള്ള മരണം കൽപ്പന മൂലം നിരോധിക്കുകയും കുരിശ് ക്രൈസ്തവൻ്റെ വലിയ ചിഹ്നമാക്കി മാറ്റുകയും 313 മതസ്വാതന്ത്ര്യത്തിന് ശേഷം ക്രൈസ്തവൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ടത് മാറുകയും ചെയ്തു. ഈ കുരിശ് പിന്നീട് ആദ്യ കാലഘട്ടങ്ങളിൽ കുരിശിനെ അവതരിപ്പിക്കുമ്പോൾ ഐക്കണുകളിലായാൽ പോലും ക്രിസ്തുവിൻ്റെ ശരീരം സ്ട്രെയിറ്റായിട്ട് കിടക്കുന്നു, കണ്ണുകൾ തുറന്നു പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിജയശ്രീലാളിതനായ ക്രിസ്തുവിനെയാണ് കുരിശിൽ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് കുരിശിൻ്റെ മുകളിൽ കിരീടം വെച്ചിരുന്നു. ഇത് ഗോത്തിക് കാലഘട്ടത്തിലാണ് ഈ കിരീടം മുൾക്കിരീടമായിട്ട് മാറുന്നത്. അതിനുശേഷം മിഡീവൽ കാലഘട്ടത്തിലേക്ക് വളരുമ്പോഴാണ് ഈ വേദന നിറഞ്ഞ ക്രിസ്തുവിൻ്റെ രൂപം റിയലിസ്റ്റിക് രൂപങ്ങളിലേക്കൊക്കെ അത് മാറിത്തുടങ്ങുന്നത്. ആദിമ കാലഘട്ടങ്ങളിൽ കുരിശിൽ രൂപമില്ലാത്ത കുരിശ്, രൂപമുണ്ടെങ്കിൽ വിജയശ്രീലാളിതനായിട്ടുള്ള രൂപത്തോടു കൂടിയ കുരിശ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിൽ പ്രദക്ഷിണമായിട്ട് കൊണ്ടുപോയ മർച്ചല്ലോ കുരിശ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ മർച്ചല്ലോ കുരിശ് ഈ വേദനയുടെ റിയലിസ്റ്റിക് രംഗമാണ് അവതരിപ്പിക്കുക. പിന്നീട് അങ്ങോട്ട് 20-ാം നൂറ്റാണ്ടിലാണ് കുരിശുകളിൽ കൂടുതൽ ഈ പാടുപീഡകളുടെ അനുഭവം നമ്മൾ പാഷൻ ഓഫ് ക്രൈസ്റ്റൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോവുക. ആദിമ ക്രൈസ്തവർ അങ്ങനെയൊരു അനുഭവം, അങ്ങനെയൊരു ഓർമ്മയിലേക്ക് വരാതിരിക്കാൻ അത് ആ ഒരു ഓർമ്മ മാറ്റിവെക്കുന്ന രീതിയും കൂടുതലായിട്ട് ആ കുരിശ് വിജയത്തിൻ്റെ അടയാളമാക്കി ആഘോഷിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ കാണുക. പിന്നീട് കുരിശുകളെ 4 കാറ്റഗറികളായിട്ടാണ് തിരിക്കുക. ക്രൂക്സ് ക്വദ്രാത്ത, ഗ്രീക്ക് കുരിശ് പോലെ സമചതുരമായിട്ടുള്ള കുരിശുകൾ, അല്ലെങ്കിൽ ക്രൂക്സ് ഇമ്മീസ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലുള്ള കാല് നീണ്ടുവരുന്ന കുരിശ്, നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ള ലാറ്റിൻ ക്രോസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കുരിശുകൾ. പിന്നെ വരുന്ന കുരിശാണ് ക്രൂക്സ് കൊമ്മീസ എന്ന് പറഞ്ഞാൽ നമ്മൾ താവ് കുരിശ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ടീ പോലെയുള്ള കുരിശ്. ഈ കുരിശ് തന്നെ ലാറ്റിൻ കുരിശ് പോലെയായിരുന്നു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത് എന്ന് പറയുന്നവരും, അതല്ല ഈ ടീ പോലെയുള്ള താവ് കുരിശ് പോലെയുള്ള കുരിശിലാണ് ക്രിസ്തുവിനെ കുരിശിൽ തറച്ചതെന്ന് പറയുന്നവരുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റ കുറ്റി അവിടെ സ്ഥാപിക്കുകയും രണ്ടാമത്തെ കുറ്റി കൈകളിൽ കെട്ടി വഹിച്ചുകൊണ്ട് മരണത്തിൻ്റെ സ്ഥലത്തേക്ക് പോവുകയും അത് കെട്ടി ഞാത്തി വലിച്ചിട്ടാണ് ആളെ മുകളിലേക്ക് ഉയർത്തുന്നത് എന്ന് പറയുന്നവരും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഏറ്റവും ടോപ്പിലെത്തുന്നതോ മുക്കാലിക്ക് എത്തി നിർത്തുന്നതോ രണ്ടും സാധ്യതകളാണ്. ഇനി 4-മത്തെ ഒരു കുരിശാണ് ദെക്കുസാത്ത, ക്രൂസ് ദെക്കുസാത്ത എന്ന് പറഞ്ഞ സെൻറ്റ് ആൻഡ്രൂസിൻ്റെ കുരിശ്, ചെരിഞ്ഞ കുരിശ്. ഇതിൽ നിന്നാണ് മറ്റ് പല കുരിശുകളും, വൈവിധ്യമാർന്ന കുരിശുകളും നമ്മൾ ഹോളി ലാൻഡിലെ ജെറുസലേം കുരിശ് കണ്ടിട്ടുണ്ട്. 4 മൂലയിലും കുരിശായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ 3 3 3 3 12 അപ്പസ്തോലന്മാരെ പ്രതിനിധാനം ചെയ്യുന്നു. 4+1 കർത്താവിൻ്റെ തിരുമുറിവുകളെ പ്രതിനിധാനം ചെയ്യുന്നു. ലോകത്തിൻ്റെ 4 അതിരുകളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന തരത്തിൽ കുരിശുകൾ പിന്നീട് നമ്മുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒത്തിരി വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ വളർന്നു വരുന്നു. അവസാനം ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുക ഇടയൻ്റെ കുരിശാണ്. നല്ലിടയനായിട്ടുള്ള ക്രിസ്തു തോളിൽ ആടുകളെ ഏറ്റിക്കൊണ്ട് പോകുന്ന ചിത്രീകരണത്തോട് കൂടിയ കുരിശ് നമ്മൾ കണ്ടെത്തുന്നു. ഏതൊക്കെ മാതൃകയിലായാലും കുരിശ് രക്ഷയുടെ നിദാനമാണ്. ആ കുരിശിലൂടെയല്ലാതെ ഒരാൾക്കും രക്ഷയില്ല. ക്രിസ്തു കൊണ്ടുവന്നത് കുരിശിലെ രക്ഷയാണ്. അത് നമുക്ക് വേണ്ടി, നമ്മൾ പാപികളായിരിക്കെ നമുക്ക് വേണ്ടി അവൻ കുരിശിലേറി. ഏശയ്യാ പ്രവചനത്തിൽ പറയുന്ന കർത്താവിൻ്റെ ദാസൻ, മറ്റുള്ളവരുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേറുന്നവൻ, അവനാണ് ക്രിസ്തു.
മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിന് പരിഹാരം ചെയ്ത മരുഭൂമിയിലേക്ക് അയക്കപ്പെട്ട ആ കുഞ്ഞാട്, ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ കുഞ്ഞാടാണ് വെളിപാട് പുസ്തകത്തിൽ സിംഹാസനാരൂഢനായിട്ട് നമ്മൾ കാണുക. ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. നോമ്പുകാലം ഈ പീഡാനുഭവ ചിന്തകളൊക്കെ നമ്മളെ കൊണ്ടുപോകേണ്ടത് ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച് സ്വർഗത്തിലേക്ക്, വിജയശ്രീലാളിതനായ ക്രിസ്തുവിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആനയിക്കട്ടെ. കുരിശ് നമുക്കെന്നും രക്ഷയുടെ നിദാനമായിട്ട് മാറട്ടെ. ഏവർക്കും ഈ നോമ്പുകാലത്തിൻ്റെയും ഉത്ഥാന തിരുനാളിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.